കൊച്ചു കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുന്നതേ സ്വാഭാവികമല്ലേ? അവരടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതത്ര വലിയ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. നാച്ചുറലി കുഞ്ഞുങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. അതായത് അടിക്കാനോ കടിക്കാനോ പിച്ചാനോ ഒന്നും പാടില്ല. ഇനി അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ട ബിഹേവിയർ തന്നെയാണ്. നമ്മുടെ കുഞ്ഞങ്ങനെ ചെയ്യുമ്പോൾ അയ്യോ അത് കുഞ്ഞല്ലേ എന്ന് വിചാരിക്കുകയും വേറൊരു കുഞ്ഞ് വന്ന് നമ്മുടെ കൊച്ചിനെ ചെയ്യുമ്പോൾ എന്നാ കുഞ്ഞായത്, എന്ത് അഹങ്കാരമായി കാണിക്കുന്നത്, അതിനെ തിരുത്താനൊന്നും ആരുമില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യരുത്. അത് വിരോധാഭാസമാണ്. അതുകൊണ്ട് ഏത് കുട്ടിയാണെങ്കിലും ഏത് കുഞ്ഞാണെങ്കിലും ഉപദ്രവിക്കുന്ന ഒരു നല്ല ശീലമല്ല. അത് തുടക്കം മുതൽ അവർക്കത് പറഞ്ഞ് തിരുത്തി കൊടുക്കണം. ഈ കാര്യത്തിൽ പേരൻസിനും കെയർ ഗേഴ്സിനും ഒക്കെ തെറ്റുപറ്റുന്ന എവിടെയാണെന്നറിയാമോ? ആദ്യം നമ്മളത് വലിയ കാര്യമായിട്ട് കാണും. ഒറ്റ അടി എന്നെ ഞാനങ്ങ് ഞെട്ടിപ്പോയി, അല്ലെങ്കിൽ കുറച്ച് വെച്ചേക്കോ ചെറുക്കൻ അങ്ങനെ പറയുക. അല്ലെങ്കിൽ അവനോട് ഏതാണ്ട് ചോദിക്കാൻ വന്നപ്പോൾ ഒറ്റ തൊഴി അങ്ങ് വെച്ച് കൊടുത്തു, അവൻ ഞെട്ടിപ്പോയില്ലേ, നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് അതെന്തോ വലിയ കോമഡിയാണെന്ന് പറഞ്ഞ് കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ അത് പറഞ്ഞു കഴിയുമ്പോൾ കുട്ടി എന്താ മനസ്സിലാക്കുന്നത്? ഈ ബിഹേവിയർ കൊള്ളാം, എൻ്റെ ചുറ്റുമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, എൻ്റെ അമ്മ അച്ഛനൊക്കെ ഇമ്പ്രസ്ഡ് ആണ് എന്ന് കരുതി കുട്ടി അത് ആവർത്തിക്കും. പിന്നെ നമ്മളത് തിരുത്താൻ നോക്കിയിട്ട് കാര്യമുണ്ടോ? ആദ്യം മുതൽ തന്നെ ഫസ്റ്റ് കേസിൽ തന്നെ ഏറ്റവും ആദ്യം കുഞ്ഞുങ്ങൾ ഉപദ്രവം തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? അവർ ഉപദ്രവമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പാല് കുടിക്കുമ്പം കടിക്കുന്നതാണ് അവരാദ്യം ചെയ്യുന്ന ഉപദ്രവം. ആ ഒരു ഇൻസ്റ്റൻസ് തൊട്ട് തന്നെ അത് ഒട്ടും നല്ല ബിഹേവിയർ അല്ല നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ കൈക്കുഞ്ഞിനല്ലേ നമ്മൾ പാല് കൊടുക്കുന്നത്, ആ സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾ കടിച്ചു തുടങ്ങും. അവരോട് എങ്ങനെയാണ് ബിഹേവിയർ കാണിച്ചു കൊടുക്കുന്നത്? നമ്മൾ ആ പാല് നിഷേധിച്ചുകൊണ്ടാണ് അത് കാണിച്ചു കൊടുക്കേണ്ടത്. കടിച്ചാൽ പിന്നെ ആ നിമിഷം പാല് കൊടുത്ത് നിർത്തുക, മാറ്റി വയ്ക്കുക. ഈ ബിഹേവിയർ ചെയ്തുകൊണ്ടാണ് പാല് വരുന്നത് നിന്നെന്നുള്ള കാര്യം കുട്ടിക്ക് അപ്പം മുതൽ തന്നെ മനസ്സിലാവും. കണ്ടീഷനിങ് സൈക്കോളജിയിൽ വളരെ ഡീപ്പായിട്ട് തന്നെ എക്സ്പീരിയൻസും റിസർച്ചും ഒക്കെ നടന്നിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പം ഈ കണ്ടീഷനിങ് വഴി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കും. ഏത് കൊച്ചു കുഞ്ഞാണെങ്കിലും നമുക്കത് മനസ്സിലാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പം കടിക്കുന്ന കുഞ്ഞിനെ അപ്പം തന്നെ പാല് കൊടുക്കുന്നത് നിർത്തി മാറ്റി വയ്ക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ കടിച്ചത് കൊണ്ടാണ്. അത് ആദ്യത്തെ തവണ മനസ്സിലാവില്ല, ഓരോ തവണ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിക്കത് മനസ്സിലാവും. ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി, എത്ര കുഞ്ഞാണെങ്കിലും കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മൾ നമ്മുടേതായ ഭാഷയിൽ തന്നെ പറയും. കുഞ്ഞിന് മനസ്സിലാവും, അങ്ങനെ പറയുക തന്നെ വേണം. ആദ്യം മുതൽ ആ ഒരു തരം ഉപദ്രവം മുതൽ തന്നെ നമ്മളത് വിലക്കണം. നമ്മൾ വിലക്കുന്നത് വഴി മാത്രമേ അത് തെറ്റായ ബിഹേവിയർ ആണെന്ന് കുട്ടികൾ മനസ്സിലാക്കുകയും അത് തിരുത്തുകയും ചെയ്യുള്ളൂ. പിന്നീട് വലുതാവുമ്പം അടിക്കുക, അത് സഹോദരങ്ങളെ ആവാം, അമ്മമാരെ ആവാം, അച്ഛന്മാരെ ആവാം. കുഞ്ഞല്ലേ, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്ന് വിചാരിക്കരുത്. ഏത് കുഞ്ഞാണെങ്കിലും ഏത് കൊച്ചാണെങ്കിലും അടിച്ചാൽ നമുക്ക് നോവും. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു ആക്റ്റും അത് കുട്ടിയാണെങ്കിലും വലുതാണെങ്കിലും നന്നല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ അങ്ങനെ ഒരു സ്വഭാവം കാണിക്കുമ്പോൾ അവർ തിരുത്തണം. അല്ലാതെ പിന്നെ നമ്മൾ സ്കൂളിലോ മറ്റോ ഒക്കെ കൊണ്ടുവിട്ട് കഴിയുമ്പം അവിടെ പോയി മറ്റു കുട്ടികളെ ഉപദ്രവിക്കുമ്പോൾ അതൊരു കംപ്ലൈൻ്റായിട്ട് വരുമ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂ അല്ലാതെ വീട്ടിൽ വെച്ച് തന്നെ കടിക്കാനും ഉപദ്രവിക്കുന്ന. ഇപ്പം എന്നെ കടിച്ചാൽ എനിക്ക് നോവത്തില്ലേ? എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് എൻ്റെ നോവലിന് കുറവൊന്നുമില്ലോ, എനിക്ക് ക്ഷമിക്കാം. എൻ്റെ കുഞ്ഞ് എന്നെ കടിച്ചതിനെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും. പക്ഷെ നൊന്തത് തന്നെയാണ്. അപ്പോൾ ഇന്ന് എന്നെ കടിക്കുന്ന ആൾ നാളെ മറ്റൊരാളെ കടിക്കാൻ മടിക്കില്ല. അപ്പം ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ ഇഷ്യൂ, ഈ ഉപദ്രവം എന്ന് പറയുന്നത് എന്തോ ആണെങ്കിലും അത് ഒട്ടും ന്യായീകരിക്കാവുന്നൊരു കാര്യമല്ല. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കൊച്ചിന് നേരെ കൈ ഓങ്ങിയിട്ട് കൊച്ചടിക്കാൻ വരുമ്പോൾ അതിനെ തിരുത്തിയിട്ടും കാര്യമില്ല. നമ്മുടെ ബിഹേവിയറാണ് അവർ മിമിക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ദേഷ്യം വരുമ്പോൾ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് കൊച്ചു ദേഷ്യം വരുമ്പോൾ എന്ന് പറഞ്ഞ് കാണിക്കുമ്പം അമ്മയ്ക്ക് നേരെ കൈ ഓങ്ങുന്നോ, അപ്പൂപ്പന് നേരെ കൈ ഓങ്ങുന്നോ എന്നൊക്കെ ഇമോഷണലായിട്ട് കാര്യമില്ല. കൊച്ചിന് അപ്പൂപ്പനോ അമ്മന്നൊന്നും ഇല്ല, അത് കണ്ട കാര്യമാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളും കൈ ഓങ്ങരുത്. ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക, നമ്മൾ ഭാര്യയോട് വളരെ മോശമായി സംസാരിക്കുക, അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യ വളരെ മോശമായി സംസാരിക്കുകയും ചെയ്തിട്ട് കുട്ടി അത് അനുകരിക്കുമ്പോഴത്തേനും കൊച്ചു വായിലാണോ ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് എന്ന് പറയരുത്. നമ്മുടെ ബിഹേവിയർ ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യുക, അതിനുശേഷം നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് കറക്റ്റ് ചെയ്യുക. അത് ഏത് സമയത്താണെങ്കിലും അത് കറക്റ്റ് ചെയ്യാൻ മടിക്കരുത്. ചിലപ്പോൾ ചുറ്റുള്ളവർ പറയാം കുഞ്ഞല്ലേ അതൊക്കെ സ്വാഭാവികം, കൊച്ചുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഒരിക്കലും സ്വാഭാവികമല്ല. അടിക്കാത്ത കുട്ടികളുണ്ട് ഈ നാട്ടിൽ. അതിൻ്റെ അർത്ഥം എന്താ? കുഞ്ഞുങ്ങൾക്ക് അടിക്കാതിരിക്കാൻ പറ്റുമെന്നല്ലേ? ആദ്യം പോലെ തിരുത്തി പോയില്ലെങ്കിൽ അത് വലിയ ഇഷ്യൂ ആവും, പിന്നീട് ബുള്ളിങ്ങിലേക്കൊക്കെ പോകും. അതായത് ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലുന്നത് എന്തുകൊണ്ടാണ്? അവർ നമ്മളെ ഒന്നും തിരിച്ചു ചെയ്യില്ല, അവർ നമ്മളെയൊക്കെ ചെറുതാണെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ. ആ ഒരു മെൻറ്റാലിറ്റി നമ്മുടെ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് റാഗിങ് ആയിട്ടുമൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നില്ലേ? വലിയ കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ജൂനിയേഴ്സിനെ എന്തും ചെയ്യാമെന്നൊരു വിചാരമാണ്. അവർ അനങ്ങില്ല, അവർ മിണ്ടില്ല, നമ്മളാണ് കൂടുതൽ ആൾക്കാർ, സീനിയേഴ്സാണ് കൂടുതൽ ആൾക്കാർ എന്നുള്ളൊരു മനോഭാവം വരുമ്പോഴാണ് റാഗിങ് ബുള്ളിങ് ഒക്കെ വരുന്നത്. അത് കൊച്ചിലെ പോലെ
ഒരാളെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് നോവിക്കരുത്, വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ശീലിപ്പിച്ചാൽ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് അവരുടെ ആ ഒരു ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യും. പിന്നെ ചില അമ്മമാർ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും വിചാരിക്കും അവനെ അടിക്കരുതെന്ന്, പക്ഷേ ചില സമയത്ത് അവൻ്റെ സ്വഭാവം കണ്ടാൽ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. ഇത്രയും പ്രായമുള്ള നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെങ്കിൽ പിന്നെ ഈ കുഞ്ഞു കൊച്ചിനെ നമ്മൾ വിചാരിച്ചിട്ട് എന്താ കാര്യം? ആ കുട്ടി അതിൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്താ കാര്യം? അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമ്മൾ ആദ്യം തിരുത്തണം. നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ, ഉപദ്രവിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റിയാലേ അവരോട് പിന്നൊരു ദിവസം നമുക്ക് പറയുമ്പോൾ ഒരിക്കലും ഉപദ്രവിക്കരുത്, അമ്മ അങ്ങനെ ചെയ്യാറുണ്ടോ, അച്ഛൻ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് അവരോട് ചോദിക്കണമെങ്കിൽ നമ്മുടെ കോൺസൈൻസും നമ്മുടെ ആക്ട്സും ക്ലിയർ ആയിരിക്കണം അല്ലേ? അതുകൊണ്ട് നമ്മുടെ പിടിവിട്ട് പോകുമ്പോൾ നമ്മളൊരു അടി അടിച്ചിട്ട് കൊച്ചിനോട് അടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ട് വളരെ കുഞ്ഞിലെ തന്നെ കറക്റ്റ് ചെയ്യേണ്ട ബിഹേവിയറാണ്. കറക്റ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ നമുക്ക് തിരുത്താൻ പറ്റിയെന്ന് വരില്ല. ഈ ഉപദ്രവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ മാത്രമല്ല, ഈ പബ്ലിക് പ്ലേസസിൽ സ്വയം, അതായത് ചിലപ്പം ചില കുഞ്ഞുങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിടന്ന് ഉരുണ്ട് കിടന്ന് കരയുന്ന കാണാം, ചോക്ലേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ്. ആ ബിഹേവിയറും വളരെ കുഞ്ഞിലെ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അത് ഒരിക്കലും ആക്സെപ്റ്റബിൾ ആണെന്ന്, ആ ഉരുണ്ട് കിടന്ന് കാണിക്കുന്ന ഉടനെ അതിനാവശ്യപ്പെട്ട ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്ത് പരിഹരിക്കേണ്ട ഒരു ബിഹേവിയർ അല്ല അത്. ആ സമയത്ത് കുഞ്ഞിനെ ആ സ്ഥലത്തു നിന്ന് റിമൂവ് ചെയ്ത് പിന്നീട് കുഞ്ഞ് ശാന്തയായി കഴിയുമ്പം അല്ലെങ്കിൽ പീസ്ഫുൾ ആയി കഴിയുമ്പോൾ നമ്മൾ ചോദിക്കണം, എന്താണ് അങ്ങനെ ചെയ്തത്? ഒരിക്കലും അമ്മയ്ക്കോ അച്ഛനോ ഇഷ്ടമുള്ളൊരു ബിഹേവിയർ അല്ലത്. അമ്മയും അച്ഛനും അങ്ങനെ ചെയ്യാറുണ്ടോ? ഇനി അങ്ങനെ ഒരു ബിഹേവിയർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഒരു കാരണവശാലും ചെയ്തുകൂടാത്തൊരു ബിഹേവിയറാണ് അതെന്നാണ്. പിന്നെ തീരെ കുഞ്ഞു കുട്ടികൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടാതെ വരുമ്പോഴൊക്കെ ദേഷ്യം പിടിച്ചിട്ട് നമ്മളെ അടിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടേ? കൈ പിടിച്ചു വെക്കുവോ, ദേഷ്യപ്പെടുവോ, തിരിച്ചടിക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. കുട്ടിയെ അവിടെ നിന്ന് മാറ്റുക. കുട്ടി അമ്മയുടെ എളിയിലാണ് ഇരിക്കുന്നത്, കുട്ടിയെ അമ്മ എടുത്തിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് കുട്ടി അമ്മയെ തല്ലുന്നതെങ്കിൽ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി വെക്കുക, കുട്ടിയെ അമ്മ എടുക്കരുത്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ കുട്ടിയെ എടുത്ത് മാറ്റുക, അതിനെ ആ പ്രസൻസിൽ നിന്ന് മാറ്റുക. ആ അടിക്കാൻ അനുവദിക്കാതിരിക്കുക. അത് കൈ പിടിച്ചിട്ടല്ല ചെയ്യേണ്ടത്, തിരിച്ച് വയലൻസ് കാട്ടിയല്ല നമ്മളത് ചെയ്യേണ്ടത്. മറ്റു കുട്ടികളുമായി നമ്മുടെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകും, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും അവരെ അവിടെ വിട്ടിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുകയൊന്നും ചെയ്യാതെ ശ്രദ്ധയോടെ തന്നെ, അതായത് എപ്പോഴും നമ്മൾ കളിക്കുകയും നമുക്ക് പരിചിതമായിട്ടുള്ള ആൾക്കാരല്ലെങ്കിൽ നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും അവിടെ ഉണ്ടാവണം. നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കാണുമ്പം കൈവിട്ട് പോകാണെന്ന് മനസ്സിലാവുമ്പോഴേ അവരെ വിളിച്ച് ഒന്ന് വാൺ ചെയ്ത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു വെപ്പിക്കണം. ഈ കൈവിട്ട് പോകാനുള്ള ഇടവരരുത്. പിന്നെ ആ പ്രശ്നമായി ആരെങ്കിലും കരയുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫിസിക്കലി അവരെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക, മാറ്റുക. അപ്പോൾ അവിടെ നിന്ന് അത് ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട, ആളെ പാസിഫൈ ചെയ്യുക. ആ കൂട്ടത്തിലൂടെ കളിക്കുന്നില്ലെങ്കിൽ വേണ്ട. നമ്മളവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി വെക്കരുത്. നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഈ പരിചയമുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ അവരുടെ മക്കളായിരിക്കും, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ വിടുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുതാണെങ്കിൽ എപ്പോഴും ഒരു കണ്ണ് വെക്കണം. ഒരു കൈവിട്ട് പോകുന്ന ഒരു സ്ഥിതി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. മറ്റു കുട്ടികൾ കുറച്ചുകൂടെ ബുള്ളിങ് പോലാണ് പെരുമാറുന്നത് കാണുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ അവിടെ വെച്ച് കളി അവസാനിപ്പിച്ച് അവിടെ മാറ്റി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്ഥിതി വഷളാവാൻ നിൽക്കരുത്. പിന്നെ അത്തരം ബിഹേവിയേഴ്സ് കുട്ടികൾ കോപ്പി ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കഴിവതും അത്തരം വയലൻസ് ഒക്കെ കുഞ്ഞ് കാണുന്നതിൽ നിന്ന് മാറ്റി വെക്കുക. ഇപ്പോഴത്തെ സിനിമകളൊക്കെ അറിയാമല്ലോ, ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിനിമകൾ മാത്രം കുഞ്ഞുങ്ങളെ കാണിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾക്ക് സിനിമ കാണാൻ പോകണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാനില്ലാത്തൊക്കെ അവസ്ഥ വരുമ്പോഴാണ് പേരൻസ് മിക്കവാറും രാത്രിയുള്ള ഷോയിലൊക്കെ പോയി കുഞ്ഞ് ഉറങ്ങിക്കോളുമെന്ന് വിചാരിക്കും. എവിടെ കുഞ്ഞുറങ്ങുന്നില്ല, കുഞ്ഞതെല്ലാം ഇരുന്ന് കാണുകയും ചെയ്യും. ചൈൽഡ് ഫ്രണ്ട്ലി സിനിമകൾ കഴിവതും കാണിച്ചാൽ മതി. അവർ സ്കൂളിൽ പോവോ അവർ ഡേ കെയറിൽ പോകുന്ന സമയത്ത് പകൽ സമയത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സിനിമ കണ്ടുവരും. നമ്മൾ പേരൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കുന്ന ചില സാക്രിഫൈസസിൽ ഒന്നാണിത്. എന്തായാലും ഈ വയലന്റ് ബിഹേവിയർ ഒരിക്കലും സ്വാഭാവികമല്ല. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അങ്ങനെ ചെയ്യുമെന്നുള്ള അത് അക്സെപ്റ്റബിളേ അല്ല. ആദ്യം മുതൽ തന്നെ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ തിരുത്തി പോകേണ്ടതാണ്. കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുന്നു, അടിക്കുന്നു, കടിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടിയോ കടിയോ കൊടുക്കുന്നതിന് പകരം എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം അതിങ്ങനെ തരത്തില്ല. ഇപ്പം ചിലപ്പം അമ്മയുടെ കൂടെ നിന്ന് കിടന്ന് ഉറങ്ങണ്ട, ഇന്ന് അമ്മ കൂടെ കിടത്തി ഉറക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാ വീക്കെൻഡ്സിലും കൊടുക്കാറുള്ള ചോക്ലേറ്റ്സ്, അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ കൊടുക്കാറുള്ള സ്ക്രീൻ ടൈം അത് കട്ട് ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പണിഷ്മെൻറ്റ് ഉറപ്പായിട്ടും കൊടുക്കുക. അത് റിപ്പീറ്റ് ചെയ്യേണ്ട ബിഹേവിയർ അല്ല എന്നവർക്ക് മനസ്സിലാവുന്ന രീതി പെരുമാറുക. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കുഞ്ഞായിരിക്കുമ്പം, കൈക്കുഞ്ഞായിരിക്കുമ്പം, കടിക്കുമ്പം മുതൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നെ ആയിരിക്കണം.